നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങൾ സംബന്ധിച്ച അവലോകന റിപ്പോർട്ട് തയ്യാറാക്കാൻ ചേരുന്ന CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് അവസാനിക്കും. ഏരിയ തലം വരെയുള്ള ചർച്ചകൾക്ക് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ക്രോഡീകരിച്ച റിപ്പോർട്ടിനാണ് ചർച്ചകൾക്ക് ശേഷം സംസ്ഥാന സമിതി അംഗീകാരം നൽകുക. 10 വർഷത്തെ തുടർഭരണം ജനങ്ങളിൽ പാർട്ടിക്കെതിരായ വികാരമുണ്ടാക്കിയെന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ട്. പരാജയത്തിന് സംസ്ഥാന നേതൃത്വത്തിന് കൂട്ടായ ഉത്തരവാദിത്തമുണ്ട് എന്നും 2016-ലും 2021-ലും അധികമായി ലഭിച്ച ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ ഇത്തവണ എത്താത്തതും പരാജയത്തിന് കാരണമായി എന്ന് പറയുന്നു. നേതൃത്വത്തിന്റെ സ്വയം തിരുത്തലിനൊപ്പം സംഘടനാപരമായ തിരുത്തലുകളും CPM നിർദ്ദേശിക്കും. സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവെക്കും. സാരംഗ്, വലിയ വിമർശനം, സ്വയം വിമർശനാത്മകമായ ഒരു യോഗമാണ് ഇന്നലെ പുരോഗമിച്ചത്. അതിൽ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചതും അയ്യപ്പ സംഗമം നടത്തിയതിലെ വീഴ്ചയും ഒക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം ഒരു സംഘടനാപരമായ രീതിയിലുള്ള തെറ്റുകൾ CPM വിലയിരുത്താൻ വേണ്ടിയായിരുന്നു ഏരിയ കമ്മിറ്റികൾ മുതൽ മുകളിലേക്കുള്ള എല്ലാ ഘടകങ്ങളിലെയും റിപ്പോർട്ടുകൾ തയ്യാറാക്കുവാനും അത് പരിശോധിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ അടക്കമുള്ള രീതിയിലേക്ക് ഒരു തുറന്ന ചർച്ചയിലേക്ക് CPM എത്തിയത്. പക്ഷേ അതിൽ എത്രത്തോളം വിമർശനാത്മകമായിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കുമെന്നൊരു ചോദ്യം നിലനിന്നിരുന്നു. അതിലേക്കാണ് ഇപ്പോൾ അതിനൊരു അവസാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആദ്യമായി തന്നെ ാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രധാനമായും ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ളൊരു തോൽവിയല്ല. അതിന് പകരം സംഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൂട്ട ഉത്തരവാദിത്തം പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പല വോട്ടുകളും, അതായത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളിലടക്കം ഭൂരിപക്ഷം അല്ലെങ്കിൽ ആ ഒരു വോട്ടുകൾ പാർട്ടിയിലേക്ക് എത്തിയില്ല എന്നടക്കമുള്ള പല കണ്ടെത്തലുകളും ഈ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ അടക്കമുള്ള പല വർഗീയ പരാമർശങ്ങളും വലിയ രീതിയിൽ ചർച്ചയായ സമയത്ത് അത് തള്ളിപ്പറയാൻ പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ ഭരണ രംഗത്തുണ്ടായിരുന്നവർ തയ്യാറായില്ല. അത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അമർഷമുണ്ടായിരുന്നു. അതും ഒപ്പം തന്നെ അതായത് ഈ ഒരു 10 വർഷത്തോളം പാർട്ടി ഭരണത്തിലായിരുന്നു. അതിൽ ഒരു എതിർപ്പ് ജനങ്ങൾക്കിടയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നു. പക്ഷേ അതിന് അടക്കം കാരണമായി പറയുന്നത് ഭരണ സംവിധാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും കാലം ഉണ്ടായിരുന്നൊരു ഭരണത്തിനെതിരെ പല കുപ്രചരണങ്ങളും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തി. അതാണ് ഈ ഒരു വലിയൊരു തോൽവിക്ക് കാരണം എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിക്കുന്നത്. എന്തുതന്നെയായാലും ഇന്നും ചർച്ച തുടരും ഈ റിപ്പോർട്ടിന്മേൽ. അതായത് കൂട്ടുത്തരവാദിത്തമാണെന്ന് പറയുമ്പോൾ പോലും ഒരു പൊതുവികാരം എന്താണെന്ന് പാർട്ടി എത്രത്തോളം മനസ്സിലാക്കുമെന്ന് ഇന്നത്തെ ഒരു ചർച്ചയിലും കൂടി ഈ ഒരു കാര്യം വിലയിരുത്തുമ്പോൾ കൂടുതൽ വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും ചില ഏരിയ കമ്മിറ്റികൾ ചേരാത്തതും പല ഘടകങ്ങളിൽ നിന്നും റിപ്പോർട്ട് കൃത്യമായി മുകളിലേക്ക് എത്താത്തതടക്കം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയവും ഒപ്പം മറ്റു കാര്യങ്ങളിലേക്ക് അടക്കം പല വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒപ്പം തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിലടക്കം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് കൂടുതൽ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമായിരുന്നു എന്നൊരു വിമർശനം ഉയർന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും പേരെടുത്ത് പറയാതെയാണ് ഈ ഒരു കാര്യം വിമർശിച്ചിരിക്കുന്നത്. ഒപ്പം കണ്ണൂരിലെ കനത്ത തോൽവി വലിയ രീതിയിൽ പാർട്ടിക്ക് കോട്ടം അല്ലെങ്കിൽ ഒരു വലിയ ദോഷം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ശരിവെക്കുന്നുമുണ്ട്. പക്ഷേ അത് ഒരു വ്യക്തി കേന്ദ്രീതമായിട്ടുള്ളൊരു വിഷയമായിട്ടല്ല പാർട്ടി കാണുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് സാമുദായിക സമവാക്യങ്ങളിലടക്കം വന്ന മാറ്റം അത് കൃത്യമായി പ്രതിപക്ഷമടക്കം ഉപയോഗിക്കുകയും ചെയ്തു. അതാണ് തിരിച്ചടിക്ക് കാരണമെന്നാണ് ഇപ്പോൾ പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് സംഘടനാപരമായിട്ട് പല ഏരിയ കമ്മിറ്റികളും താഴെത്തട്ടിലടക്കം ഉയർന്ന പല വിമർശനങ്ങളും വലിയ ചർച്ചയായിരുന്നു. അത് എത്രത്തോളം സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുമെന്ന കാര്യം ഇന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ ഒരു പ്ലീനത്തിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഒരു പുനഃസംഘടനയുടെ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ എടുത്തുചാടി ഒരു തീരുമാനം എടുക്കുന്നില്ല. അതിന് കേന്ദ്ര കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുമെന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാവകാശം എടുത്തുകൊണ്ട് മാത്രമായിരിക്കും അതിലൊരു തീരുമാനം ഉണ്ടാവുക. നിലവിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കോ അത്തരത്തിലൊരു ചർച്ചയിലേക്കോ കാര്യങ്ങൾ കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും ചർച്ച ഇന്നും തുടരും. അതിൽ കൂടുതൽ വിമർശനാത്മകമായ കാര്യങ്ങൾ ഉയർന്നു വരുമോ എന്ന കാര്യത്തിൽ പാർട്ടി അണികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും വലിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അത് ഇന്നത്തെ ഒരു ചർച്ചയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.